മഴ തോരും മുൻപ് എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കൊട്ടാരമറ്റത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട സ്റ്റാൻലിയും ഔതക്കുട്ടിയും അലീനയും രാവിലെ ഒരു 8:30 കുളത്തുപുഴയിലെത്തി. 4 ദിവസം യജമാനനെ കാണാതെ വിഷാദം പൂണ്ടിരുന്ന നായ്ക്കൾ സ്റ്റാൻലിയുടെയും അലീനയുടെയും നേർക്ക് കുതിച്ചു ചാടിയും വാലാട്ടിയും കയ്യിലും കാലിലും നക്കിയും പുനഃസമാഗമനത്തിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. അലീന പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വേഗത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അത് കഴിച്ച ശേഷം സ്റ്റാൻലി ജീപ്പിൽ കയറി തോട്ടത്തിലേക്ക് പോയി. അലീന വീട്ടമ്മയുടെ വേഷമണിഞ്ഞ് ഉച്ചഭക്ഷണത്തിനുള്ള ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുകയാണ്. 12 മണിക്ക് തൊട്ടു മുമ്പ് അപ്രതീക്ഷിതമായി ഒരതിഥി കൂടി അവിടെ എത്തി. കാറിന്റെ ശബ്ദം കേട്ട് അലീന ചെന്ന് ജനാലയിലൂടെ നോക്കി. മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്നും ബാലചന്ദ്രമേനോൻ ഇറങ്ങുന്നത് കണ്ട് അവൾ അത്ഭുത സ്തബ്ധയായിപ്പോയി. നായകളെ ചെറുതായി ഭയമുള്ളതുകൊണ്ട് ബാലചന്ദ്രമേനോൻ കാറിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഡോറിൽ നിന്നുള്ള പിടിവിടുകയോ ഡോർ അടയ്ക്കുകയോ ചെയ്തില്ല. വീട്ടിനുള്ളിൽ നിന്നും അലീന ഓടിയിറങ്ങി വരുന്നത് കണ്ടപ്പോൾ അയാൾക്ക് സമാധാനമായി. അവൾ ഓടിയിറങ്ങി ബാലചന്ദ്രമേനോന്റെ മുൻപിൽ വന്നു നിന്ന് ആഹ്ലാദം പതഞ്ഞു തുളുമ്പുന്നൊരു ചിരിയോടുകൂടി വിളിച്ചു, അച്ഛാ, അച്ഛൻ ഒരു മുന്നറിയിപ്പുമില്ലാതെ. ആ വിളിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. അയാളോടുള്ള സ്നേഹവും ക്ഷേമാന്വേഷണവും അവളെ അവിടെ എത്തിച്ചതിലുള്ള നന്ദിയും ഇപ്പോൾ ഓർക്കാപ്പുറത്ത് അയാളെ കണ്ടതിലുള്ള അത്ഭുതവും ആനന്ദവും എല്ലാം. ഞാൻ വിളിക്കണോ മോളേന്ന് ബാലചന്ദ്രമേനോൻ തിരികെ ചോദിക്കുകയാണ്. പിന്നെ വേണ്ടേ? ബാലചന്ദ്രമേനോൻ തൊണ്ട ചിനക്കി ശബ്ദം ശരിയാക്കിയ ശേഷം അറ്റൻഷനായി നിന്നു. എന്നിട്ട് വിളിക്കുകയാണ്, മോളെ. ഒരു സല്യൂട്ടിങ് കൂടി അടിച്ചിരുന്നെങ്കിൽ ഗംഭീരായനെ. അലീന ചിരിച്ചുകൊണ്ട് വലതുകരം നീട്ടി. ബാലചന്ദ്രമേനോനും കൈ നീട്ടി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. നിനക്ക് സുഖാണോടി മോളെ? എന്നെ കണ്ടിട്ട് അച്ഛൻ എന്തു തോന്നുന്നു? ഇത്തിരി കൂടി നിറം വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. പിന്നെ ഒരല്പം കൂടി മിനുങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് ദിവസങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അച്ഛാ. 1 മാസമായോ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട്? അതെനിക്കറിയില്ല. പക്ഷേ അന്നത്തെ നിന്റെ മുഖം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഏതോ മൂലയ്ക്ക് നിന്നെ കൊണ്ടുപോയി കളയാൻ വന്നൊരു ഭാവമായിരുന്നു. ഇവിടെ വേണ്ടായിരുന്നു അച്ഛാ എന്ന് നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സിൽ ആ പരാതി ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടതുപോലെ നിറഞ്ഞ കണ്ണുകളുമായി നീ ഈ വീട്ടുമുറ്റത്ത് നോക്കി നിൽക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴോ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് തെറ്റായിപ്പോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അലീനയുടെ മിഴികൾ പെട്ടെന്ന് നനഞ്ഞു. ഇല്ലച്ചാ, ഒരിക്കലുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അച്ഛനല്ലാതെ വേറൊരാളും ഈ ത്യാഗം ചെയ്യില്ലെന്ന് എനിക്കറിയാലോ നന്നായിട്ട്. അവൾ അയാളുടെ കൈത്തലം പിടിച്ച് തൻ്റെ കവളത്തേക്ക് അണച്ചു. എത്ര കൂടി നന്ദി ഞാൻ പറയണം അച്ഛനോട്. അത് കേട്ടപ്പോഴേക്കും ബാലചന്ദ്രമേനോൻ്റെ മനസ്സ് നിറഞ്ഞു. തുടർന്ന് അയാൾ ചോദിക്കുകയാണ്, നീ എന്നെ ഇവിടെ തന്നെ നിർത്തി വർത്തമാനം പറഞ്ഞിട്ട് തിരിച്ചയക്കാനുള്ള പ്ലാനൊന്നും ഇല്ലല്ലോ? പെട്ടെന്ന് അലീന കണ്ണുകൾ തുടച്ചിട്ട് പറയുക, അയ്യോ, അച്ഛനല്ലയോ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത്? നായ്ക്കളെ പേടിച്ചിട്ട് അങ്ങ് നിന്ന് കളഞ്ഞതാ. ആക്രമിക്കാൻ വന്നാൽ ചാടി കാറിനുള്ളിൽ കയറി രക്ഷപ്പെടണ്ടേ? ഇവിടുത്തെ നായ്ക്കൾ അങ്ങനെയൊന്നും ആരെയും ഉപദ്രവിക്കില്ലച്ചാ. ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ അവർക്ക് തിരിച്ചറിയാം. അല്ലെങ്കിലും അമിത ശൗര്യക്കാരെ ഒന്നും തുറന്നു വിടാറുമില്ല. അച്ഛൻ വാ. അലീന അയാളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിന് നേർക്ക് നടക്കാനാഞ്ഞു. പെട്ടെന്ന് അയാൾ പറയുക, നിൽക്ക് 1 മിനിറ്റ്. ബാലചന്ദ്രമേനോൻ തിരിഞ്ഞ് കാറിൻ്റെ പിൻസീറ്റിൽ വെച്ചിരുന്ന ഒരു പായ്ക്കറ്റ് എടുത്തു. അത് അലീനയുടെ നേർക്ക് നീട്ടി. ഇതെന്താ അച്ഛാ? അതോ, അച്ഛൻ മോളെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും സമ്മാനം തരണ്ടേ? താങ്ക് യു അച്ഛാ. അവളത് സന്തോഷത്തോടെ വാങ്ങി. ബാലചന്ദ്രമേനോനെയും കൂട്ടി അവൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇരിപ്പുമുറിയിലേക്ക് അവർ എത്തുമ്പോൾ അപ്പുറത്തിരുന്നു കൊണ്ട് ഔതക്കുട്ടിച്ചായൻ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ മോളെ അവിടെ വന്നത്? അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോനെ വിളിച്ചുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ്റെ അരികിൽ ചെന്ന് അലീന തന്നെ അയാൾക്ക് പരിചയപ്പെടുത്തി. ഇത് അച്ഛനാണ് എനിക്ക് പപ്പയെ കണ്ടുപിടിച്ചു തന്നതും ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതും. ഇവിടെ വരുന്നതിന് മുമ്പ് കുറേ നാൾ ഞാൻ അച്ഛൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ബാലചന്ദ്രമേനോന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഔതക്കുട്ടിച്ചായൻ, നമ്മൾ തമ്മിൽ കണ്ടിരുന്നല്ലോ. കണ്ടിരുന്നു. ഞാൻ അവിടേക്കാണ് വന്നത്. അവിടെ നിന്നാണല്ലോ ഞാൻ അഡ്രസ്സ് വാങ്ങി ഇവിടേക്ക് എത്തിയത്. ഓർക്കുന്നില്ലേ? മറന്നുപോയോ? ഞാനിപ്പോൾ ഓർക്കുന്നു. അല്ല, ഞാൻ അന്ന് അലീനയെ കൊണ്ടുവിടുവാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, ഞാനങ്ങ് പുനലൂരിലായിരിക്കും മിക്ക സമയവും. പിന്നെ ഇവളിവിടെ താമസം തുടങ്ങിയ ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അലീന ബാലചന്ദ്രമേനോനെ ഡൈനിങ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛൻ എന്താ വേണ്ടത്? ചായ, കോഫി, ലെമൺ ജ്യൂസ്? നിനക്ക് ഇഷ്ടമുള്ളത് തന്നേക്ക്. ബാലചന്ദ്രമേനോൻ ഒരു കസേരയിലിരുന്നു. അയ്യോ, നേരെ ഉച്ചയാകാൻ പോവല്ലേ? ചായയും കാപ്പിയും ഒന്നും വേണ്ട, ഒരു ലെമൺ ജ്യൂസ് ആയിക്കോട്ടെ. അലീന ഉടൻ തന്നെ ജ്യൂസ് തയ്യാറാക്കി. പിണങ്ങിപ്പോയ കുക്ക് തിരിച്ചു വന്നില്ലേ മോളെ? അത് കേട്ടുകൊണ്ട് അലീന ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇല്ലച്ചാ, ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം ഞാനല്ലേ ഇവിടുത്തെ ചീഫ് കുക്ക്. അവൾ ജ്യൂസ് ബാലചന്ദ്രമേനോന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു പറ, ഞാൻ കേൾക്കട്ടെ. അവിടെ എന്താ, എല്ലാം പതിവ് പോലെ നടക്കുന്നു. വൈജയന്തി ജോലിക്ക് പോയ വിവരം ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. അമ്മയ്ക്ക് നടക്കുന്നതിലൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ അച്ഛാ? എനിക്കറിയില്ല, ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല.
അത് കേട്ടുകൊണ്ട് അലീന അയാളുടെ മുഖത്തേക്ക് വല്ലായ്മയോടൊന്ന് നോക്കി. തൻ്റെ അമ്മയോടൊപ്പം 22 വർഷക്കാലം സംതൃപ്തമായ ദാമ്പത്യ ജീവിതം നയിച്ച ആളാണ് താൻ. ആ വീട്ടിൽ ചെന്നതോടുകൂടിയാണ് അവർ തമ്മിലുള്ള ബന്ധം തകർന്നത്. തൻ്റെ ജന്മരഹസ്യമാണ് അതിൻ്റെ മൂലകാരണം. ഇനി എന്നെങ്കിലും അച്ഛനും അമ്മയും കൂടി ഒത്തുചേർന്ന് പഴയതുപോലെ സ്നേഹപൂർണ്ണമായൊരു കുടുംബജീവിതം ഉണ്ടാകുമോ? അലീന മെല്ലെ ആലോചനയിൽ മുഴുകുകയാണ്. അത് കണ്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കുക, നീ എന്താണ് ആലോചനയിൽ മുഴുകിയിരിക്കുന്നത്? എത്ര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു അച്ഛൻ്റേത്. ഞാൻ വന്ന് അതെല്ലാം താറുമാറാക്കിയല്ലോ അച്ഛാ. അത് സ്നേഹമൊന്നും അല്ലായിരുന്നു മോളെ, പക്ക ഫേക്ക് അല്ലായിരുന്നു. എൻ്റെ കുടുംബജീവിതവും ദാമ്പത്യവും നീ മൂലം തകർന്നല്ലോ എന്നുള്ള കുറ്റബോധമൊന്നും വേണ്ട. ജയന്തി ആദ്യം മുതൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പുല്ലു വില പോലും അവൾ കൽപ്പിച്ചിട്ടില്ല. അവളുടെ ഇഷ്ടം എന്താണോ അത് നടക്കണം. അവൾ ആഗ്രഹിച്ചത് നിറവേറണം. എല്ലായിടത്തും അവളുടെ അധീശത്വം സ്ഥാപിക്കണം. ഞാൻ എപ്പോഴൊക്കെ എൻ്റെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൾ കലാപമുണ്ടാക്കിയിട്ടുണ്ട്. മനസ്സമാധാനത്തിനു വേണ്ടി ഞാൻ അതിനെല്ലാം വഴങ്ങിക്കൊടുത്തു. പക്ഷെ നീ വീട്ടിൽ വന്നതു മുതൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങി, അധികാരം പ്രയോഗിച്ചും അടിച്ചമർത്തിയും കലഹിച്ചും അങ്ങനെ സ്വന്തം ഇഷ്ടം നടപ്പാക്കുന്നതല്ല സ്നേഹമെന്ന്. സ്നേഹമെന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെടാനുള്ള സന്നദ്ധതയാണ്. അത് സ്നേഹിക്കുന്നയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ബലി കൊടുക്കും. സ്നേഹിക്കുന്നയാളുടെ സന്തോഷങ്ങൾ സ്വന്തം സന്തോഷങ്ങളായി അത് ഏറ്റെടുക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തുവാനുള്ള മനസ്സാണ് യഥാർത്ഥ സ്നേഹമെന്ന് നീയാണ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. പക്ഷേ അലീന വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല. അവൾ വാദിക്കുകയാണ്, അച്ഛനും അമ്മയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് ഇതൊന്നും അല്ലല്ലോ കാരണം. അതും കാരണമാണ് മോളെ. എന്നിൽ വിശ്വാസമർപ്പിച്ച എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് എന്നെ സ്നേഹിച്ചു പരിപാലിക്കുന്നവളായിരുന്നു ജയന്തിയെങ്കിൽ ചിലപ്പോൾ കഥ മറ്റൊന്നായനെ. ഞാൻ ഒരുപക്ഷെ ചിലതെല്ലാം മറക്കാനും പൊറുക്കുവാനും തയ്യാറായേക്കുമായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. 23 വർഷക്കാലം ഒരു കൊടും വഞ്ചന മറച്ചു പിടിച്ചുകൊണ്ട് പാതിവൃത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയവൾ എന്ന നിലയിൽ അവൾ എന്നോട് കാട്ടിയ ധാർഷ്ട്യവും അഭിനയിച്ച പ്രഹസനങ്ങളും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അച്ഛൻ്റെ വാക്കുകളിൽ രോഷത്തിൻ്റെ നീരാവി പാറുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അമ്മയെപ്പറ്റി പറയുമ്പോൾ അച്ഛൻ്റെ ചോര തിളയ്ക്കുകയാണ് ഇപ്പോഴും. ഉടനെ അലീന വിഷയം മാറ്റിക്കൊണ്ട് സംസാരിക്കുകയാണ്. അച്ഛൻ ഇന്നലെ എങ്ങാനും വന്നിരുന്നെങ്കിൽ എന്നെ കാണാനേ പറ്റില്ലായിരുന്നു. അതെന്താ? ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. പപ്പയുടെ തറവാട്ടിൽ പോയതാ പുനലൂര്. ഇന്നാ തിരിച്ചെത്തിയത്. ഓ അത് ശരി. അവരൊക്കെ എങ്ങനെയാ മോളെ നിന്നോട്? ഇണങ്ങിയോ? ഒരു പ്രശ്നവുമില്ല. നീ ഇപ്പോൾ രോഹിത്തിനെ വിളിക്കാറില്ലേ? മിനിങ്ങാന്നും വിളിച്ചിരുന്നല്ലോ പുനലൂരൊന്ന്. എന്താച്ചാ ചോദിച്ചത്? ഒന്നുമില്ല. നിന്റെ കാര്യങ്ങളൊന്നും അവൻ ഈയിടെയായിട്ട് എന്നോട് പറയാറില്ല. ബബിതയും കൃഷ്ണമോളും വിളിച്ചിട്ട് 3-4 ദിവസമായി. അവരെല്ലാം നന്നായിരിക്കുന്നു അച്ഛാ. എക്സാം തുടങ്ങുമല്ലേ അടുത്ത തിങ്കളാഴ്ച. രോഹിത്തിനാണെങ്കിൽ ഏപ്രിലും. കൃഷ്ണമോൾ എപ്പോഴും ഇരുന്ന് വായിക്കുന്നത് കാണാം. രോഹിത്ത് മുറിയിൽ കയറി വാതിലടച്ചാൽ പിന്നെ അകത്ത് എന്താ നടക്കുന്നതെന്ന് പുറത്തറിയില്ലല്ലോ. ഞങ്ങൾക്കിപ്പോൾ ഒന്നും സംസാരിക്കാനില്ലാത്തതുപോലെയായി. നീ ഉണ്ടായിരുന്നപ്പോഴത്തെ സ്ഥിതി അല്ല. ജയന്തി വന്ന ഉടൻ മക്കൾ തമ്മിലുള്ള ആ യൂണിറ്റി അത് ഇല്ലാതാക്കിയാണ് ആദ്യം ചെയ്തത്. രോഹിത്തിന് ക്ഷമയുള്ളതുകൊണ്ട് അവൻ പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബബിതയിൽ പഴയ മൂശാട്ട വന്നു കയറി. ദേഷ്യം വന്നാൽ ഷൗട്ടിങ്, കയ്യിൽ കിട്ടിയത് വലിച്ചെറിയൽ, നിരാഹാരം തുടങ്ങി എല്ലാ അഭ്യാസങ്ങളും തിരിച്ചു വന്നു. അവളും ജയന്തിയും ചില നേരം നേർക്ക് നേരെ നിൽക്കുന്നത് കണ്ടാൽ കീരിയും പാമ്പുമാണെന്ന് തോന്നും. അപ്പോൾ അലീന പരാതിപ്പെടുക, കണ്ടോ അച്ഛൻ അവരോട് സംസാരിക്കാത്തത് കൊണ്ടല്ലേ. ഐക്യവും ശാന്തിയും ഇല്ലാത്തടത്ത് സംഭാഷണങ്ങൾക്ക് എന്തർത്ഥം? അതൊരു തരം വഴിപാട് പോക്കൽ മാത്രമായി പോകും. ഞാനും മക്കളും കൂടി ഒരുമിച്ചിരിക്കുന്നത് കണ്ടാൽ ജയന്തി കൃഷ്ണമോളയോ ബബിതയോ വിളിച്ച് എന്തെങ്കിലും ജോലി ഉടനെ ഏൽപ്പിച്ചു കൊടുക്കും. എഴുന്നേറ്റ് ചെന്നില്ലെങ്കിൽ സ്വൈര്യം കൊടുക്കില്ല. ആ ജോലി ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയാലും മതി. ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് കുട്ടികൾക്ക് ശാന്തമായി സംസാരിക്കാൻ പറ്റുമോ മോളെ? അവർക്കറിയാം ആ ഒത്തുകൂടൽ അമ്മയെ ദേഷ്യം പിടിപ്പിക്കുമെന്ന്. അതുകൊണ്ട് അവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരാറില്ല. ഉടനെ അലീന പറയുക, അച്ഛന് അമ്മയെ ജയിക്കാൻ കഴിഞ്ഞില്ല. അതല്ലേ സത്യം? മക്കളുടെ മുമ്പിൽ അച്ഛൻ എല്ലായ്പ്പോഴും തോറ്റുപോയ ഒരാളാണ്. മോളെ, ഒരാൾ മറ്റൊരാളെ ജയിക്കലാണോ വിവാഹ ജീവിതം? അല്ലല്ലോ. ജയിക്കാൻ വേണ്ടി ഏത് ഹീനമാർഗവും വഞ്ചനയും കള്ളത്തരവും കുൽസിത ബുദ്ധിയും പ്രയോഗിക്കുവാൻ മടിയില്ലാത്തവളോട് എന്തിനാണ് മത്സരം? അല്ലെങ്കിൽ തന്നെ തോറ്റുപോയവന്റെ മുഖമാണ് എനിക്ക് കൂടുതൽ ഇണങ്ങുന്നത്. ജയന്തിയുടെ മകളാണ് നീ എന്നറിഞ്ഞ ആ ദിവസം ഞാൻ എൻ്റെ പരാജയം അംഗീകരിച്ചു കഴിഞ്ഞതാണ്. മനസ്സുകൊണ്ട് ഞാൻ ആ ബന്ധവും വേർപെടുത്തി. പക്ഷെ അച്ഛാ, ഇതൊന്നും മക്കൾക്ക് അറിയില്ലല്ലോ. അവരും അറിയും, എന്നെങ്കിലും അറിയിക്കും ഞാൻ. അത് കേട്ടുകൊണ്ട് അലീന ഉൾക്കിടിലത്തോടെ ബാലചന്ദ്രമേനോന്റെ കണ്ണുകളിലേക്ക് നോക്കി. മറച്ചുവെക്കുന്ന സത്യങ്ങൾ മനസ്സിന്റെ ഭാരമാണ് മോളെ. അത് ചുമക്കുന്നവൻ സ്വാതന്ത്ര്യം അറിയുന്നില്ല. ഉടനെ അലീന പറയുകയാണ്, അച്ഛൻ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. എനിക്കറിയാം മോളെ, ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഈ സമയത്ത് ഔതക്കുട്ടിച്ചായൻ ഡൈനിങ് റൂമിലേക്ക് വന്നതോടെ അവർ ആ സംസാര വിഷയം അവസാനിപ്പിച്ചു. അച്ഛൻ ശരണ്യെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നോ? ഇല്ല, അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. ശിവേട്ടന്റെ മോൻ ജാമ്യത്തിലിറങ്ങി എന്നറിയാം, പത്രത്തിലുണ്ടായിരുന്നു.
ആ, അതൊരു ദിവസം മനുവേട്ടൻ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛാ. ആഹാ, അവൻ നിന്നെ വിളിക്കാറുണ്ടോ? ബാലചന്ദ്രമേനോൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. കുസൃതിയും സംശയവും ചെറുചിരിയും കലർന്ന ആ നോട്ടത്തിൽ അലീന ചെറുതായൊന്ന് ചൂളി. എന്നും വിളിക്കാറൊന്നുമില്ല, ആഴ്ചയിൽ 1-2 തവണ. ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛാ. ആ, അതവൻ എന്നോട് പറഞ്ഞു. അതുമാത്രം ഏകദേശം 3/4 മണിക്കൂർ നേരം എന്നോട് വിസ്തരിച്ചവൻ. എന്നിട്ടും തീരാഞ്ഞിട്ട് ബാക്കി പിന്നെ പറയാമംകളെ എന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത്. ഇവിടെ വന്നിട്ട് മനുവേട്ടന് സന്തോഷമായിരുന്നു അച്ഛാ. അതെന്തൊരു ചോദ്യ! അവൻ ഇങ്ങനൊന്നും വിചാരിച്ചോണ്ടല്ലോ വന്നത്. പാലാ കടപ്പാട്ടൂരെ വീട്ടിൽ ഒരടുക്കള ജോലിക്ക് നിന്ന പെണ്ണ്. അവൾ വലിയ വീട് ഭരിക്കുന്നു, ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു, മനുവിനെ കാറിൽ കൊണ്ടുപോയി തോട്ടം കാണിക്കുന്നു. അവൻ്റെ കണ്ണിൽ എല്ലാം അത്ഭുതങ്ങളാണ്, മുനികുമാരി ചക്രവർത്തിനിയായതുപോലെ. ഷോ, അങ്ങനൊന്നും ഇല്ലെന്നേ. അലീനയ്ക്കത് കേട്ട് നാണം വന്നു. ഞാൻ അവനോട് ഒടുക്കം ചോദിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് പോയ അലീനയുടെ കാര്യം തന്നെയാണോടാ നീ പറയുന്നതെന്ന്. അതാണ് അവൻ്റെയും അതിശയം. അല്ലെങ്കിലും നിന്റെ കാര്യം പറയുമ്പോൾ അവൻ്റെ മുഖത്തെ ചിരിയും സന്തോഷവും അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത് കേട്ടിട്ട് തനിക്കും ഇപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു അലീനയ്ക്ക്. പക്ഷേ ഔതക്കുട്ടിച്ചാൻ അടുത്തുണ്ട്. ഇത്രയും നാൾ ആരിൽ നിന്നും ഒന്നും ഒളിച്ചു പിടിക്കുവാനില്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലൊരു കള്ളം ജനിച്ചിരിക്കുന്നു. തോട്ടത്തിലേക്ക് പോയ സ്റ്റാൻലി ഉച്ചയൂണിൻ്റെ സമയത്ത് തിരിച്ചെത്തി. മുറ്റത്തൊരു കാറ് കിടക്കുന്നത് കണ്ടിട്ട് സംശയത്തോടെയാണ് അയാൾ വീടിനുള്ളിലേക്ക് കയറി ചെന്നത്. ബാലചന്ദ്രമേനോൻ അലീനയോടൊപ്പം അവളുടെ മുറിയിലായിരുന്നു. സ്റ്റാൻലിയെ കണ്ടതും ബാലചന്ദ്രമേനോൻ പെട്ടെന്ന് എഴുന്നേറ്റു. വലിയ സന്തോഷത്തോടെ അടുത്തേക്ക് ചെന്ന് കൈനീട്ടി. ഹലോ മിസ്റ്റർ സ്റ്റാൻലി. പക്ഷേ ഒരു നിമിഷം ഒന്ന് മടിച്ചു നിന്ന ശേഷം വലിയ ഗൗരവത്തിൽ സ്റ്റാൻലി മെല്ലെ കൈനീട്ടി ഹലോ പറഞ്ഞു. അച്ഛനെ കണ്ടിട്ട് പപ്പയുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ല എന്നുള്ളത് അലീന ശ്രദ്ധിച്ചു. ഗൗരവം വിടാതെ തന്നെ സ്റ്റാൻലി പറയുകയാണ്, ഊണ് കഴിച്ചില്ലല്ലോ മിസ്റ്റർ ബാലചന്ദ്രമേനോൻ. ആ, നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. സ്റ്റാൻലി അയാളെ ഊണുമുറിയിലേക്ക് ക്ഷണിച്ചു. അലീന എല്ലാവർക്കും ഊണ് വിളമ്പി. ഇന്ന് കറികളൊക്കെ കുറവാണ്. ഞങ്ങളൊരു യാത്ര കഴിഞ്ഞു വന്നതല്ലേ ഉള്ളൂ അച്ഛാ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ ഇതെല്ലാം. അച്ഛൻ ഇന്ന് വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ. അലീന അത് പൂർത്തിയാക്കാതെ നിർത്തി. അപ്പോൾ ബാലചന്ദ്രമേനോൻ, ഞാൻ സദ്യ ഉണ്ണാനൊന്നും അല്ലല്ലോ മോളെ വന്നത്, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാ. അച്ഛൻ ഇവിടെ കൊണ്ട് തള്ളിക്കളഞ്ഞു പോയിട്ട് പിന്നീട് തിരിഞ്ഞുപോലും നോക്കിയില്ലെന്ന് നിനക്ക് തോന്നാൻ പാടില്ലല്ലോ. സ്റ്റാൻലി ഒന്നും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ബാലചന്ദ്രമേനോൻ അയാളോട് സംസാരിക്കാൻ ഭാവിച്ചപ്പോൾ ഊണ് കഴിഞ്ഞ് സംസാരിക്കാം എന്ന് പറഞ്ഞ് സ്റ്റാൻലി നിരുത്സാഹപ്പെടുത്തി. ഭക്ഷണശേഷം സ്റ്റാൻലി ബാലചന്ദ്രമേനോനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരിക്കാൻ പറഞ്ഞിട്ട് അയാൾ സിഗരറ്റ് പാക്കറ്റ് മേനോൻ്റെ നേരെ നീട്ടി. ഹാവ് എ സിഗർ? നോ താങ്ക്സ്. ഞാൻ പുക വലിക്കുമായിരുന്നു. അലീന അത് നിരോധിച്ചു കളഞ്ഞു. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പുകവലിക്കുന്നവരെയും മദ്യപിക്കുന്നവരെയും ഒന്നും കണ്ടുകൂടാ. അവരത് ഉപയോഗിക്കാറില്ല എന്ന് മാത്രമാണ് അതിൻ്റെ കാരണം. അതിന് ബാലചന്ദ്രമേനോൻ, അങ്ങനെയല്ല മിസ്റ്റർ സ്റ്റാൻലി, അത് ആരോഗ്യത്തിന് കേടുവരുത്തുകയും ചെയ്യുന്നതാണല്ലോ. ആ, അത് ശരി. അപ്പോൾ അതിനേക്കാൾ കേടുവരുത്തുന്ന എന്തെല്ലാം നമ്മൾ കഴിക്കുന്നു? വിഷാംശം കലർന്ന പച്ചക്കറികളും പഴങ്ങളും, കേടുവരാതിരിക്കുവാൻ രാസപദാർത്ഥങ്ങൾ ചേർത്ത മത്സ്യവും മാംസ്യവും. ഏതെങ്കിലും ടൗണിൽ അരമണിക്കൂർ നിന്നാൽ മതി, കാർബൺ മോണോക്സൈഡ് കയറി നമ്മുടെ ശ്വാസകോശം അങ്ങ് നിറയും. ആ, അത് ശരിയാണ്. പക്ഷേ ഇതിനെല്ലാം പുറമെ സിഗരറ്റ് പുകയും കൂടി വേണോ എന്നാണ് അലീനയുടെ ചോദ്യം. ഇവിടെ വന്ന ശേഷം അവൾ ആദ്യം എൻ്റെ റൂമിൽ കയറില്ലായിരുന്നു. വാതിലിനപ്പുറത്ത് നിൽക്കും. സിഗരറ്റും മദ്യവുമുള്ള മുറിയെ അവൾ വിലക്കി. പക്ഷേ ഞാനതൊന്നും വകവെച്ചു കൊടുത്തില്ല. നമ്മൾ വഴങ്ങിക്കൊടുക്കുമ്പോഴാണ് അവർ ആധിപത്യം സ്ഥാപിക്കുന്നത്. സ്റ്റാൻലി വീണ്ടും ഒരു സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് ലൈറ്റർ കൊളുത്തി. അപ്പോൾ ബാലചന്ദ്രമേനോൻ പറയുകയാണ്, അലീനയ്ക്ക് ഈ വീടും ചുറ്റുപാടുകളും ഇഷ്ടമായെന്ന് പറഞ്ഞു. ആദ്യം അവൾക്കൊരു മടിയുണ്ടായിരുന്നു ഇവിടെ താമസിക്കാൻ. ഇവിടെ ഇഷ്ടമാകാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. അവൾക്കൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. അതുമല്ല, ഇവിടെ അവൾ വീട്ടുവേലക്കാരിയുമല്ല. സ്റ്റാൻലി ഒടുവിൽ പറഞ്ഞ ആ വാക്ക് ബാലചന്ദ്രമേനോന്റെ മനസ്സിൽ കൊണ്ടു. അയാൾ പറയുകയാണ്, എൻ്റെ വീട്ടിൽ അവൾ ഒരു വേലക്കാരിയായിട്ടാണ് വന്നു ചേർന്നത്. എന്നാൽ അവൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവളെ ഞാൻ എൻ്റെ മോളെപ്പോലെ മാത്രമേ കരുതിയിട്ടുള്ളൂ. എൻ്റെ കുട്ടികൾക്ക് ഇപ്പോഴും അവളെ സംബന്ധിച്ച സത്യങ്ങൾ അറിയില്ല. എന്നിട്ട് പോലും അവർ സ്വന്തം കൂടപ്പുറപ്പിനെ എന്ന പോലെ അവളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അവൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ 100 ഇരട്ടി വിലയുണ്ട് ഞാൻ അവൾക്ക് കൊടുക്കുന്ന വാത്സല്യത്തിന്. അതിനേക്കാൾ വിലയുണ്ട് എൻ്റെ മക്കൾ അവൾക്ക് കൊടുക്കുന്ന ബഹുമാനത്തിനും സ്നേഹത്തിനും. ഏയ്, ഞാൻ മിസ്റ്റർ മേനോനെ ഒട്ടും കുറച്ച് കാണുന്നില്ല. നിങ്ങൾ പറഞ്ഞത് അത്രയും ശരിയാണ്. നിങ്ങളാണ് എൻ്റെ മകളെ ഇവിടെ എത്തിച്ചു തന്നത്. നിങ്ങളോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും ആ കടപ്പാട് തീരുകയുമില്ല. ബാലചന്ദ്രമേനോൻ മൗനമായിരിക്കുകയാണ്. സ്റ്റാൻലി സിഗരറ്റിലെ ചാരം ആഷ്ട്രയിൽ തട്ടിയിട്ടതിന് ശേഷം വീണ്ടും പറയുകയാണ്, മിസ്റ്റർ മേനോൻ, ഞാൻ ഇനി പറയാൻ പോകുന്നത് നന്ദികേടാണ് എന്ന് വിചാരിക്കരുത്. ഞാൻ അലീനയുടെ വിവാഹം നടത്തുവാൻ ആലോചിക്കുന്നുണ്ട്. മിക്കവാറും 1 വർഷത്തിനകം. എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും അവൻ്റെ കുടുംബക്കാരും അലീനയുടെ പാസ്റ്റ് അന്വേഷിക്കും. ഒന്നും മറച്ചു വെച്ചുകൊണ്ടുള്ള വിവാഹം സാധ്യമല്ല. അതൊരു ചതിയായിട്ട് മാത്രമേ അവർ കണക്കാക്കുകയുള്ളൂ. വിവാഹ ജീവിതത്തിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഒരു അഫെയറിൽ ജനിച്ച മകൾ എന്ന് തുറന്നു പറഞ്ഞേ പറ്റൂ. പക്ഷേ അവളുടെ അമ്മ ആരാണെന്നോ ആ വകയിലുള്ള കുടുംബക്കാർ ആരൊക്കെയാണെന്നോ വെളിപ്പെടുത്തുവാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
ഉടൻ തന്നെ ബാലചന്ദ്രമേനോൻ അത് ശരിവെച്ചുകൊണ്ട് പറയുകയാണ്, ആ അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. അപ്പോൾ വീണ്ടും സ്റ്റാൻലി, പക്ഷെ സ്വാഭാവികമായും ഒരു അന്വേഷണം ഉണ്ടാകുമല്ലോ. പെൺകുട്ടിയുടെ അമ്മ ആരാണെന്ന്, ജീവിച്ചിരിപ്പുണ്ടോ, ബന്ധുക്കളുണ്ടോ, ഇതെല്ലാം അന്വേഷിക്കപ്പെടും. അപ്പോൾ അമ്മ ജീവിച്ചിരിപ്പില്ല, ആ വകയിൽ ബന്ധുക്കളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്ന ഒരൊറ്റ ഉത്തരത്തിൽ ആ ചോദ്യങ്ങളെല്ലാം മൂടി കെട്ടപ്പെടും. അതോടുകൂടി ആ ചാപ്റ്റർ തന്നെ ക്ലോസ് ആയിക്കൊള്ളും. അത്രയും കേട്ടപ്പോഴേക്കും ബാലചന്ദ്രമേനോന്റെ നെറ്റി ചുളിഞ്ഞു. സ്റ്റാൻലി എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായില്ല. ഒരു കവിൾ പുകയെടുത്തിട്ട് സ്റ്റാൻലി തുടരുകയാണ്, അമ്മ മരിച്ചുപോയി, കുടുംബക്കാരെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, സാഹചര്യങ്ങളും കൂടി അതിന് ഒത്തിണങ്ങിയിരിക്കണം. ഉദാഹരണത്തിന്, അതിനുശേഷം മിസ്റ്റർ ബാലചന്ദ്രമേനോനെയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് പോയ മനുശങ്കർ എന്ന പയ്യനെയോ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണാനിടയായി എന്നിരിക്കട്ടെ. ഇതാരാണ് എന്ന് ഹസ്ബൻഡ് ചോദിച്ചാൽ നമ്മൾ എന്തു മറുപടി പറയും? ഒന്നുകിൽ കള്ളം പറയണം, അല്ലെങ്കിൽ സത്യം പറയണം. രണ്ടും നന്നല്ല. അത്രയും കേട്ടപ്പോൾ ബാലചന്ദ്രമേനോന് കാര്യം മനസ്സിലായി. ഈ റിട്ടയർഡ് കേണൽ കേവലം നിറതോക്കല്ല നെഞ്ചിന് നേരെ ഉന്നം വെച്ചിരിക്കുന്നത്, ഒരു പീരങ്കി തന്നെയാണെന്ന്. ബാലചന്ദ്രമേനോന്റെ ചുണ്ടുകളിൽ നിന്നാഗർഭമായ ഒരു ചിരി പടർന്നു. എന്നുവെച്ചാൽ, ഞങ്ങളാരും അലീനയെ കാണാൻ ഇവിടെ വരാൻ പാടില്ല എന്ന് അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അത് ആ അർത്ഥത്തിലെടുക്കണ്ട മിസ്റ്റർ ബാലേന്ദ്രമേനോൻ. നിങ്ങളുമായുള്ള സമ്പർക്കം അവൾക്ക് ദോഷകരമായിട്ടാണ് ഭവിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അവളുടെ ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ ആലോചിച്ചു നോക്കിയാൽ എനിക്ക് മനസ്സിലായി. കൂടുതൽ സ്റ്റാൻലി ജോസഫ് വിശദീകരിക്കണം മിസ്റ്റർ മേനോൻ. പാലായിൽ നിന്ന് ആളുകൾ വന്നു പോകുന്നത് മറ്റുള്ളവരിൽ സംശയം ജനിപ്പിക്കും. നിങ്ങളുടെ മക്കളും ബന്ധുക്കളുമെല്ലാം അലീനയെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവൾക്ക് ഗുണമൊട്ടില്ലതാനും. അവളുടെ നല്ല ഭാവിയെക്കുറിച്ച് കരുതലുണ്ടെങ്കിൽ നമ്മളതെല്ലാം കട്ട് ചെയ്യാൻ തീരുമാനിക്കണം. അപ്പോൾ ബാലേന്ദ്രമേനോൻ, അലീന അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? അവൾക്ക് എന്തറിയാം? 24 വയസ്സല്ലേ ഉള്ളൂ പ്രായം. അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കണം. സ്നേഹം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം അവൾക്ക് വേണം. അതവളുടെ മനസ്സിൻ്റെ ഭക്ഷണമാണ്. ആയിരിക്കാം മിസ്റ്റർ ബാലേന്ദ്രമേനോൻ, പക്ഷേ ഇഷ്ടമുള്ളിടത്തെല്ലാം മേഞ്ഞു നടന്ന് അകത്താക്കേണ്ട ഭക്ഷണമല്ല സ്നേഹം. കയറിനറ്റത്ത് പിടിച്ചുകൊണ്ട് നടന്ന് മേയ്ക്കേണ്ട പ്രായമുണ്ട്. പക്ഷേ അതാത് കാലങ്ങളിൽ ഓരോരോ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. അല്ല, അലീനയുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ടാണോ അവളെ വിവാഹം കഴിപ്പിക്കുവാൻ പോകുന്നത്? ബാലചന്ദ്രമേനോന്റെ ആ ചോദ്യത്തിൽ എതിർപ്പിന്റെ മുനയുണ്ടായിരുന്നു. അവളുടെ ഇഷ്ടം കൂടി നോക്കും. പക്ഷെ അവൾ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കുന്നൊരപ്പനല്ല ഞാൻ. എന്നുവെച്ചാൽ നിർബന്ധപൂർവ്വം ഒന്നും അടിച്ചേൽപ്പിക്കില്ല. നാട്ടാചാരം എന്താണെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അവളെ കൊണ്ടുകൂടി അംഗീകരിപ്പിക്കുവാൻ കഴിയുന്ന വിവാഹാലോചന മാത്രമേ നടത്തൂ. ഉടനെ ബാലചന്ദ്രമേനോൻ പറയുകയാണ്, താങ്കൾ അല്പം മുമ്പ് പറഞ്ഞ മനുശങ്കർ എന്ന ചെറുപ്പക്കാരനും അലീനയും തമ്മിൽ ഇഷ്ടമാണെന്ന് താങ്കൾക്കറിയാമോ? ബാലചന്ദ്രമേനോന്റെ ആ വാക്കുകളിൽ ഒരു വെല്ലുവിളി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാവാം മിസ്റ്റർ. ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ആകൃഷ്ടരാകാറുണ്ട്. അതങ്ങനെ തന്നെ വേണം. അങ്ങനെയാണ് പ്രകൃതി നിയമം. അപ്പോൾ വീണ്ടും ബാലചന്ദ്രമേനോൻ പറയുകയാണ്, വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. നോക്കൂ മിസ്റ്റർ മേനോൻ, പരസ്പരം സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നില്ല. ഒന്നിച്ച് ജീവിക്കുന്നവരെല്ലാം പരസ്പരം സ്നേഹിക്കുന്നുമില്ല. അപ്പോഴേക്കും ബാലചന്ദ്രമേനോനും മുഷിഞ്ഞു തുടങ്ങി. അയാൾ പറയുകയാണ്, ഞാനൊരു തർക്കത്തിനില്ല. മനുവിനും അലീനയ്ക്കും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് ഞാൻ അവൻ്റെ അടുത്ത് വാക്ക് കൊടുത്തിട്ടുണ്ട്. അത്രയും കേട്ടപ്പോഴേക്കും സ്റ്റാൻലിയുടെ സ്വരത്തിൽ മാറ്റം വന്നു. അയാൾ പറയുകയാണ്, പാലാ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ കുടുംബവുമായി ഇനി യാതൊരു ബന്ധുതയ്ക്കും ഞാൻ തയ്യാറല്ല മിസ്റ്റർ മേനോൻ. ഞാനത് സമ്മതിക്കില്ല. മിസ്റ്റർ സ്റ്റാൻലി, ഞാനാണ് അലീനയെ ഇവിടെ എത്തിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അത് കേട്ടപ്പോൾ സ്റ്റാൻലിയുടെ മുഖഭാവം കർക്കശമായി. എൻ്റെ മകളെയാണ് നിങ്ങൾ ഇവിടെ എനിക്ക് എത്തിച്ചു തന്നത് എന്നുള്ള കാര്യം നിങ്ങളും മറക്കരുത്. നിങ്ങളുടെ മാത്രമല്ല മിസ്റ്റർ, എൻ്റെ ഭാര്യയുടെയും കൂടി മകളാണ് അലീന. അവളുടെ അമ്മ മരിച്ചു പോയിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. ബാലചന്ദ്രമേനോന്റെ ആ വാക്കുകൾ ഒരു മുന്നറിയിപ്പായിരുന്നു. വാതിൽ ഞരങ്ങുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും പെട്ടെന്ന് തലതിരിച്ചു നോക്കി. വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് അലീന നിൽക്കുകയാണ്. അവൾ അകത്തേക്ക് കടന്നു വന്നു. സംശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടുപേരുടെയും മുഖം മുറുകിയിരിക്കുകയാണ്. എന്തുപറ്റി? എന്താ രണ്ടുപേരും സീരിയസ് ആയിട്ടിരിക്കുന്നത്? അതിന് ബാലചന്ദ്രമേനോനാണ് മറുപടി പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം. തർക്കമോ? എന്തിനാ തർക്കം? മിസ്റ്റർ സ്റ്റാൻലി നിനക്ക് വിവാഹം ആലോചിക്കുവാൻ പോവുകയാണത്രേ. ഞാൻ പറഞ്ഞു മനുശങ്കറും നീയും തമ്മിലുള്ള കല്യാണം നടത്തുന്നതാണ് ഉചിതമെന്ന്. അവന് നിന്റെ അടുത്തുള്ള സ്നേഹം അത് നിനക്കറിയാലോ. അതുപോലെ നിനക്ക് അവനെയും സ്നേഹമാണെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ നിന്റെ പപ്പ പറയുന്നു അങ്ങനെ ഒരു വിവാഹം നടക്കാനേ പാടില്ല എന്ന്. സ്റ്റാൻലി അതിന് സമ്മതിക്കില്ല എന്നാണ് വാശി. ഉടനെ സ്റ്റാൻലി പറയുകയാണ്, ഇതിനിടയിൽ വാശിയുടെയും തർക്കത്തിൻ്റെയും കാര്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ മകളുടെ വിവാഹകാര്യം തീരുമാനിക്കാനുള്ള ധാർമ്മികമായ അവകാശം അത് അവളുടെ പപ്പയായ എനിക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. സ്റ്റാൻലി തൻ്റെ നിലപാട് വ്യക്തമാക്കി. മോളെ,
നീയാണ് തീരുമാനമെടുക്കേണ്ടവൾ. പ്രായപൂർത്തി വന്നവളാണ് നീ. അറിവും പക്വതയുമുള്ളവളാണ്. ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം നിനക്കുണ്ട്. ബാലചന്ദ്രമേനോന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് അലീന അദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. തുടർന്ന് സ്റ്റാൻലിയുടെ മുഖത്തേക്കും. രണ്ടുപേരും തമ്മിൽ നീരസത്തിൽ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി. അലീനയുടെ മുഖത്ത് വല്ലായ്മ പടർന്നു. ബാലചന്ദ്രമേനോൻ വിഷയം അലീനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പറയുകയാണ്, അപ്പോ നീ തന്നെ തീരുമാനിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ? മനുവിനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നീ അത് പറയണം. നിന്നെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുകയാണവൻ. അവനെ കുരങ്ങ് കളിപ്പിച്ച് വേദനിപ്പിക്കരുത്. നീ കൈവിട്ടു എന്ന് വെച്ച് അവൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്നൊന്നും പേടിക്കണ്ട. കുറച്ച് വിഷമിച്ചേക്കും, സാരമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. സ്റ്റാൻലിയുടെയും ബാലചന്ദ്രമേനോന്റെയും നോട്ടം അലീനയുടെ മുഖത്ത് തന്നെ തറഞ്ഞു. അലീന നിസ്സഹായതയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇത്ര വേഗം തന്റെ മുമ്പിൽ രൂപം കൊള്ളുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മഴത്തോരും മുൻപ് എന്ന പരമ്പരയിൽ ഇനി കാണുവാൻ പോകുന്നത് വമ്പൻ ട്വിസ്റ്റുകളാണ്. അതൊക്കെ മുന്നമേ കൂട്ടി അറിയേണ്ടതിന് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.